ഈശ്വര നാമജപത്തിലൂടെ മനസ്സിൻ്റെ ഉണർവിലൂടെയൊക്കെ പുണ്യം മഴയായി പെയ്യുമ്പോൾ പ്രകൃതിയും നമ്മോടൊപ്പം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ജലസ്രോതസ്സായും പച്ചച്ചു നിൽക്കുന്ന പ്രകൃതിയായുമൊക്കെ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ഈ യാത്ര ഭാരതപ്പുഴയുടെ തീരങ്ങളിലൂടെയാകുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം നമുക്ക് പകർന്നു നൽകുന്നു. നമ്മുടെ യാത്ര തിരുവില്ലുവാമലയിലേക്കാണ്. തിരുവില്ലുവാമല രാമക്ഷേത്രമാണ്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമഃ പ്രചോദയാത് തന്നോ രാമഃ പ്രചോദയാത്. തിരുവില്ലുവാമല ആനന്ദവും പ്രശാന്തിയും സുഖവും ഒക്കെ പകരുന്ന പ്രദേശം. തിരുവില്ലുവാമലയുടെ ഈ പ്രത്യേകതകൾ ഭാരതപ്പുഴയുടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈ ഐശ്വര്യം പോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം പോലെ തിരുവില്ലുവാമലയിലുമുണ്ട് ഐതിഹ്യങ്ങൾ, സങ്കല്പങ്ങൾ. അതിസുന്ദരമായ ഒരു ഗ്രാമം, പ്രകൃതി അതിൻ്റെ എല്ലാ സൗന്ദര്യവും തെളിയിച്ചു നിൽക്കുന്ന ഈ പ്രദേശം തിരുവില്ലുമലയായതെങ്ങനെ? തീർച്ചയായും വില്ലുമലയിൽ ഈശ്വര സാന്നിധ്യം വന്നപ്പോൾ തന്നെയായിരിക്കണം തിരുവില്ലുവാമലയായി മാറിയത്. തിരുവില്ലുവാമലയുടെ സങ്കല്പകഥ എങ്ങനെയാണ്? 37 വട്ടം ക്ഷത്രിയരെ വധിച്ച പരശുരാമൻ തൻ്റെ പാപങ്ങൾ എങ്ങനെ തീർക്കണമെന്നറിയാതെ വിഷമിക്കുകയും അതിനായി കൈലാസത്തിലെത്തി പരമശിവനെ കാണുകയും ചെയ്തു അത്രേ. പരമശിവൻ താൻ നിത്യേന വെച്ച് പൂജിച്ച വിഷ്ണു വിഗ്രഹം പൂജിക്കുവാനായി പരമശിവൻ തന്നെ പരശുരാമന് നൽകി. അതുമായി പരശുരാമൻ ഭൂമിയിലെത്തി. ഈ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി ഏത് എന്ന് അന്വേഷിക്കുകയും വില്ലുമലയിൽ എത്തിപ്പെടുകയും ചെയ്തു അത്രേ. ഇന്ന് പോലും ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാണുമ്പോൾ, ശാന്തമായൊരു ഭാവം കാണുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈശ്വരൻ ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രദേശം ഇതുതന്നെയാണ്. അങ്ങനെ വിഷ്ണു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. പരശുരാമാർച്ചിതമായ വിഗ്രഹം കുടികൊള്ളുന്ന തിരുവില്ലുവാമല, ആ പുണ്യഭൂമിയിൽ നാം സ്പർശിച്ചു നിൽക്കുന്നു. മലയും പുഴയും സുന്ദരമാക്കുന്ന നാട്. ഇവിടെ ഈശ്വരസങ്കല്പം പടിക്കെട്ടുകൾക്ക് മുകളിൽ ഉന്നതമായ ശ്രേഷ്ഠമായ ഭാവത്തോടു കൂടി തന്നെ നിലകൊള്ളുന്നു. തിരുവില്ലുവാമലയിൽ നാം എത്തി നിൽക്കുന്നു. പരശുരാമാർച്ചിതമായ വിഗ്രഹം ഇവിടെ കുടികൊള്ളുന്നു എന്നറിവുകൊണ്ട പഞ്ചപാണ്ഡവർ ഇവിടെ എത്തുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഭാരതപ്പുഴയിൽ പിതൃതർപ്പണം നടത്തുകയും ചെയ്തു എന്നൊരു സങ്കല്പമുണ്ട്. ഇങ്ങനെ പിതൃതർപ്പണം നടത്തിയതിനു ശേഷം ഓരോ ശിവലിംഗങ്ങൾ സ്ഥാപിച്ച് അതിൽ ആരാധന നടത്തുകയും ചെയ്തു അത്രേ. സോമേശ്വരത്തും കോതക്കുറിശി മംഗലത്തും കാണുന്ന ശിവലിംഗങ്ങൾ ഇതിൻ്റെ ഫലമായി ഉണ്ടായതാണത്രേ. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമഃ പ്രചോദയാത് തന്നോ രാമഃ പ്രചോദയാത്. പരശുരാമ സ്പർശമുള്ള ശ്രീരാമനും പരമശിവനും വാഴുന്നു എന്ന് വിശ്വസിക്കുന്ന തിരുവില്ലുവാമല. കർക്കടക മാസത്തിൽ രാമദർശന സൗഭാഗ്യവുമായി പടികൾ ചവിട്ടി നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു തിരുവില്ലുവാമലയിൽ രാമദർശന സൗഭാഗ്യത്തിലേക്ക്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നാം ആദ്യം കാണുന്നത് ക്ഷേത്രത്തിന് 2 നടകളുണ്ട് എന്നുള്ളതാണ്. 2 ഭാഗത്തും ശ്രീരാമൻ തന്നെ കുടികൊള്ളുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതല്ല, ലക്ഷ്മണനാണ് ഒരു ഭാഗത്ത്, കിഴക്ക് വശം ദർശനമായിരിക്കുന്നത് ലക്ഷ്മണനാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് പരമശിവനായും വിശ്വസിക്കുന്നുണ്ട് ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തെ. തിരുവില്ലുവാമലയിൽ ശ്രീരാമ ചൈതന്യവും പരമശിവന്റെ ചൈതന്യവും ലക്ഷ്മണ ചൈതന്യവും കുടികൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തി അർച്ചനകൾ നടത്തിയിരുന്ന വിഗ്രഹം, പരമശിവന്റെ കയ്യിൽ നിന്ന് ലഭിച്ച വൈഷ്ണവ വിഗ്രഹം പരശുരാമൻ വില്ലുമലയിൽ പ്രതിഷ്ഠ നടത്തിയെന്നത് ഒരു സങ്കല്പം. ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയത് കിഴക്കോട്ടാണ് എന്നും പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് കിഴക്കോട്ടാണ് എന്നതൊരു സങ്കല്പമാണ്. അതിനുശേഷം കശ്യപ മഹർഷിയുടെ മക്കളിൽ ഒരാളായ ആമലക ഫലം, അതായത് അമലകി ഫലം എന്നാൽ നെല്ലിക്ക മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ ആമലക മുനി എന്നറിയപ്പെട്ടിരുന്ന താപസ്വി,
അദ്ദേഹം മഹാവിഷ്ണുവിനെ പൂജിക്കുകയും ഒരു പ്രത്യേക പ്രദേശത്തിരുന്ന് തപസ് ചെയ്യുകയും അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ആ സമയത്ത് ശ്രീരാമയുഗമായിരുന്നതിനാൽ രാമചൈതന്യത്തോടെ നിലകൊള്ളുകയും ചെയ്തു എന്നൊരു സങ്കല്പവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം കൂടി വന്നു. ആമലകമുനി ഇരുന്ന പ്രദേശത്തിന് അഭിമുഖമായി ഭഗവാൻ ദർശനം നൽകുമ്പോൾ അത് പടിഞ്ഞാറായിട്ട് വരുന്നതിനാൽ പടിഞ്ഞാറും രാമഭഗവാൻ, കിഴക്കോട്ടും രാമഭഗവാൻ എന്നൊരു സങ്കല്പം. പിന്നെയുള്ള മറ്റൊരു സങ്കല്പം, അസുരന്മാർ ഈ വില്ലുമലയിൽ 2 വിഗ്രഹങ്ങൾ കുടികൊള്ളുന്നുവെന്നും ഈ വിഗ്രഹത്തിൻ്റെ ചൈതന്യം ഏറെ വന്നാൽ തങ്ങൾക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വിഗ്രഹഭഞ്ജനം നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അത്രേ. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ നാളിൽ മല കയറി വന്ന ഒരു രാക്ഷസൻ പശ്ചിമഘട്ടത്തിലെ വിഗ്രഹത്തിൻ്റെ ഒരു കാല് ഉയർത്താൻ ശ്രമിക്കുകയും അപ്പോൾ കൈലാസം മുഴുവനും ഇളകുകയും ബ്രഹ്മാണ്ടം തന്നെ ഒന്ന് കുലുങ്ങുകയും ചെയ്തു അത്രേ. ഇത് കണ്ട മഹാവിഷ്ണു സ്വയം താഴേക്കിറങ്ങി വന്ന് രാക്ഷസന്മാരെ മുഴുവനും ഒരു ഗുഹയ്ക്കകത്ത് അടച്ചു. അതിന്നും രാക്ഷസപ്പാറ അല്ലെങ്കിൽ രാക്ഷസ ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം രാക്ഷസന്മാരുടെ ആക്രമണം അല്ലെങ്കിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ശൈവ ചൈതന്യം കൂടി ഒരു വിഗ്രഹത്തിലേക്ക് കുടികൊണ്ടുവത്രേ. അങ്ങനെയാണ് പരമശിവ ചൈതന്യം ഇവിടെ വന്നത്. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഒരേ ക്ഷേത്രത്തിൽ 2 നടകളിലും രാമചൈതന്യം കുടികൊള്ളുമ്പോൾ ചെറിയ വിഗ്രഹത്തിൽ ലക്ഷ്മണ ചൈതന്യം ഉണ്ടായി വന്നതാകാം. അതുകൊണ്ടാവണം ഇന്ന് കിഴക്കേ നടയിൽ ലക്ഷ്മണൻ ഇരിക്കുന്നു എന്നും കൂടി വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് ക്ഷേത്രത്തിൽ 2 വിഗ്രഹം വരുവാനുള്ള കഥ.